ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഒത്തിരി ആൾക്കാർ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർ ആരുമില്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഇത് അവരുടെ വിധിയാണെന്ന് പറഞ്ഞ് അങ്ങ് സമാധാനിക്കുന്ന അല്ലെങ്കിൽ അത് അനുഭവിച്ച് തീർക്കുന്നുണ്ട്. ഇപ്പം ഫെങ്ഷു പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് 100%. 100%-ൽ 40% എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളും മറ്റും നിൽക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് 40% എന്ന് പറയുന്നത്. 30% എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ചിന്തയും പ്രവൃത്തിയുമാണ്. അപ്പോൾ ഈ ആദ്യത്തെ 40% നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മുടെ ആരുടെയും ജനനം നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല, അത് ഈശ്വരനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗ്യം അത് ആ ഒരു രീതിയിൽ കിട്ടുന്നത്, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ 40% എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്നൊരു ഭാഗ്യമാണ്. പിന്നെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയും പ്രവൃത്തിയാണ്. അത് നമ്മുടെ കയ്യിലാണ്. ഇപ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു 30% ഭാഗ്യം അതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ്. 30% ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെയും വാസ്തുബലത്തിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജന്മനാ ഭാഗ്യമില്ലാത്തൊരു വ്യക്തി ആണെങ്കിൽ പോലും അപ്പോൾ 40% അവർക്കില്ല, ബാക്കി 60% ഉണ്ട്. അപ്പോൾ അത് വീടിൻ്റെ വാസ്തുബലവും കറക്റ്റ് ചെയ്ത് അവരുടെ ചിന്തയും പ്രവൃത്തിയും കൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30-60% ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഇത് മതി. പലരും അവരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ വിധിയാണെന്ന് ഓർത്ത് ഇങ്ങനെ സഹിക്കുന്നുണ്ട്. അങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല. നിങ്ങളിങ്ങനെ ജീവിതത്തിൽ ഇത് അനുഭവിച്ച് തീർക്കാതെ നിങ്ങൾ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളൊരു ഫെങ്ഷു കൺസൾട്ടന്റിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് എടുത്ത് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ വിളിച്ചൊന്ന് കാണിക്കുക. അപ്പോൾ അവർ വീട് നോക്കിയിട്ട് നിങ്ങളടുത്ത് പറയും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോഴത്തേക്ക് അവർ പറയുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ ജന്മനാ ഉള്ള കാര്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന്. ഇപ്പം നിങ്ങളൊരു ഒരു ഫെങ്ഷു കൺസൾട്ടന്റിനെ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്നു എൻ്റെ വീടൊന്ന് നോക്കണമെന്ന് പറയുന്നു. പുള്ളി വന്ന് വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഡിഗ്രിയും എടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്തുകൊണ്ടാണെന്നും അത് പൊളിച്ചു മാറ്റാതെ എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്കത് പറഞ്ഞുതരും. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നില്ല, അത് പറയാതെയാണ് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന സയൻസും സത്യമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങളിങ്ങനെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് തീർക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇതുപോലെ ഫെങ്ഷു ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്.